മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കരുത്, അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുകയാണ് തൊടുപുഴയിലെ ഒരു ഇമാം, ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആഷിഖ് ധാരിമി. ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. നേരത്തെയും ഇത്തരത്തിൽ കുറേയധികം മതപണ്ഡിതർ, ഇസ്ലാമിക മതപണ്ഡിതർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ വലിയൊരു മുസ്ലിം സമൂഹം ഇതിനെയൊന്നും വിലവെക്കാത്തവരാണ് യഥാർത്ഥത്തിൽ. എങ്കിൽ വിലവെക്കുന്ന ആളുകളും ഉണ്ട്. ഇപ്പൊ തട്ട് ഇട്ടുകൊണ്ടൊക്കെ പല സ്കൂളുകളിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുറേയധികം മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ട്. നമുക്കത് കാണുകയൊക്കെ ചെയ്യാം. ഇപ്പൊ ജാക്കിർ നായിക്കിനെ പോലുള്ള ഒരു വൃത്തികെട്ടവൻ എവിടെയോ ആണുള്ളത്, സിംഗപ്പൂരോ ഇന്തോനേഷ്യയിലോ, ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയതാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, മേരി ക്രിസ്മസ് എന്ന് മുസ്ലിങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ TG മോഹൻദാസിനെതിരെയൊക്കെ ആറ്റം ബോംബിടുന്ന കുറേയധികം ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നടത്തി. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ നടന്നത്. DYFIയും SFIയും പിന്നെ അതുപോലുള്ള കോൺഗ്രസിന്റെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ വലിയ പ്രസ്താവനകൾ ഇറക്കി. ഇതിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് സക്കീർ നായിക്കിൻ്റെ പ്രസ്താവന പോലെ തന്നെ തുല്യമായ പ്രസ്താവനയാണ് തൊടുപുഴ ഇമാമും നടത്തിയിരിക്കുന്നത്. ഓണം ഹിന്ദുക്കൾ ഓണം ആഘോഷിക്കുന്ന കൂട്ടത്തിൽ, അല്ലെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ, ഇപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ നടത്തുന്ന ആഘോഷങ്ങളിൽ മുസ്ലിം സമുദായം പങ്കാളിയാകാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം, 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ആത്മഭയമുണ്ട്. മറ്റു മതങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്താൽ എന്ത് സംഭവിക്കും? കൾച്ചറുകൾ തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ കുറേശ്ശെ നടക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ തീവ്ര ഇസ്ലാമിൽ നല്ല മൗലികവാദികളുടെ ഇസ്ലാമിൽ നിന്നും ഈ കുട്ടികൾ മോചനം നേടും. ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ പോലും അല്ലെ മറ്റ് പല മുസ്ലിം രാജ്യങ്ങളിലും കുറേ കൂടെ ഓപ്പണായിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട്. സാനിയ മിർസാര അത് അവർക്ക് കിട്ടിയ എക്സ്പോസർ കൊണ്ടാണ് മാറുന്നത്. അങ്ങനത്തെ എക്സ്പോസറുകൾ മറ്റു കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അവർ കൺസേൺഡാണ്. മറ്റു മതങ്ങളുടെ പുറകെ പോകുമോ? ഇപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം പറയാം. ഒരു ഓണാഘോഷത്തിന് എൻ്റെ വീട്ടിലേക്ക് ഉണ്ണാൻ വരാൻ 2 പാർട്ടികളോട് പറയുന്നു. ഭാര്യയും ഭർത്താവും ഉണ്ട്. അവർ വരാമെന്ന് വെച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി ചോറൊക്കെ വെച്ച് കാത്തിരുന്നു. അവർ വൈകുന്നേരം വന്നില്ല. അവർക്ക് ഷർട്ടും കൊടുക്കാൻ ഡബിളും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അയാലും കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സഭയാണ് സമ്മതിക്കാത്തത് മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്. സഭ എന്ന് പറഞ്ഞാൽ ബന്ധക്കോസ് സഭ. അത് മറിച്ച് മറ്റെല്ലാ ക്രിസ്ത്യൻസും വരുന്നുണ്ട്. അങ്ങനത്തെ ചില സെമിറ്റിക്കൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനേക്കാൾ പ്രാകൃതമായ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടുനടക്കുന്നവരുണ്ട്. 12-ാം നൂറ്റാണ്ടിലെ 14-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരത്തിൻ്റെ പ്രതിനിധികളായ ഇസ്ലാമുണ്ട്. ഹിന്ദുക്കൾക്ക് ഇപ്പം അത്രയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാലത്ത് ബ്രാഹ്മണ മേധാവിത്വമൊക്കെ നിലനിന്നിരുന്ന കാലത്തുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു. ക്രിസ്ത്യൻസും അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അവരും ഭൂരിഭാഗം പേരും അത്തരം സെമിറ്റിക് കൺസെപ്റ്റ്, തീവ്ര സെമിറ്റിക് കൺസെപ്റ്റിന് അറിയിപ്പോകുന്നു. പക്ഷെ ഇപ്പോഴും ഇസ്ലാമിൽ ഇതിനെ മാറാൻ വിസമ്മതിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ ഇത് കുറച്ചുകൂടെ വ്യാപകമായിട്ട് വരും. കാരണം ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ഇഷ്ടം പോലെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലൊന്നും ഇന്തോനേഷ്യ, ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ മുസ്ലിംസിൻ്റെ പ്രാതിനിധ്യത്തിന് എന്തെങ്കിലും കോട്ടത്തിലോ ഹിന്ദുക്കളുമായിട്ട് കൂടുതൽ ഇടപഴകിയാൽ അവിടെയാണ് ടെസ്റ്റ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കൾച്ചറാ സുപ്പീരിയറെങ്കിൽ എന്ത് സംഭവിക്കും? ഹിന്ദു കൾച്ചറാ സുപ്പീരിയറെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൾച്ചറാ സുപ്പീരിയറെങ്കിൽ ഇവർ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിംസ് ബന്ധപ്പെടുന്നതനുസരിച്ച് എങ്ങോട്ട് മാറും? ഹിന്ദുത്വത്തിലെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറാം. ഇപ്പോൾ സ്പെയിനിലൊക്കെ പകുതി പേര് ചെല്ലുന്നതിൽ പകുതി പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ വീണ്ടും കലാപം സ്പെയിനിൽ ഉണ്ടാക്കാൻ നോക്കുന്നത്. കലാപം ഉണ്ടാക്കിയാൽ മാറാനുള്ള ചാൻസ് പോകും, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിൽക്കും. അത്തരം കലാപങ്ങൾ ഉണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പല തട്ടിൽ നിർത്താനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഇമാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം മൊറോക്കോയിലൊക്കെ ഇങ്ങനെ ഇവിടെ നമ്മളെ ഇവിടെ ന്യൂയോർക്ക് മേയർ ഉണ്ടല്ലോ, സോഹ്റാൻ മംദാനി, എല്ലാവരും ഒത്തിരി പേരുണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക് കുറേയധികം ആളുകള്, സപ്പോർട്ടേഴ്സ് വന്നിട്ട് വളരെ വിവാദപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂയോർക്ക് ഒരു നാൾ മൊത്തം ബ്രിട്ടനിൽ മുഴുവൻ പല മേയർമാരും മുസ്ലിംസാ, പല മേയർമാരും. പക്ഷെ അങ്ങനെ നമ്മളൊരു മുസ്ലിം ആയതുകൊണ്ടല്ല അപകടം വരാൻ പോകുന്നത്. ഏത് കാഴ്ചപ്പാടുള്ള ലിബറൽ മുസ്ലിംസ് ഉണ്ടെന്ന് ഇഷ്ടം പോലെ. ഇപ്പം നമ്മുടെ MESന്റെ കോളേജിൽ പോയാൽ തന്നെ തട്ടയിടാൻ വരുന്ന പിള്ളേരുണ്ട്.
ഉണ്ട്. MES കോളേജ് നമ്മളൊരു സർവേ നടത്താൻ പോയാൽ 2 തരത്തിലുള്ള ഉത്തരം കിട്ടും. ഞാൻ അതല്ലേ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇതിനൊന്നും വില വെക്കാത്തവരാണ് കുറെ അധികം മുസ്ലിം സമൂഹങ്ങൾ. പക്ഷേ അത് വിഷം കലർത്ത വെള്ളത്തിൽ കൊണ്ട് നഞ്ച് എന്തിനാ നഞ്ചാഴി എന്ന് ചോദിക്കില്ലേ? വിഷ ചിന്തയായിട്ട് നടക്കുന്നവൻ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവൻ അവരെ എപ്പോഴും വഴിതെറ്റിക്കാൻ പറ്റും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം മദനിയുടെ പ്രസംഗം കൊണ്ട് മദനിയെ ഹിന്ദു പന്നികളിൽ അങ്ങനെ വിളിച്ചിരുന്നു പ്രസംഗത്തിൽ. എന്താ റിയാക്ഷൻ ഉണ്ടാകുന്നത്? ഇതിന് വേറൊരു വശം എന്ന് പറയുന്നത് മദനിയാണെങ്കിലും ഇങ്ങനെയുള്ള തീവ്രവാദ മുസ്ലിംസ് ഇവർ ഫലത്തിൽ സഹായിക്കുന്ന ആരാന്നറിയോ? താങ്കൾ പലപ്പോഴും ചർച്ചയിൽ പറയാറുണ്ട് ഹിന്ദുക്കൾ ഓർഗനൈസ്ഡ് അല്ല, അതുകൊണ്ട് അവർ പെട്ടെന്ന് വളറബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഓർഗനൈസ്ഡ് അല്ലാത്ത ഹിന്ദുക്കളെ സജീവമാക്കാൻ, അലേർട്ടാക്കാൻ ഈയുടെ പ്രസ്താവനയ്ക്ക് സാധിക്കും. തീർച്ചയായിട്ടും. ആരുടെ? ഈ ഇമാമിൻ്റെ, തൊടുപുഴ ഇമാമിനെ പോലുള്ളവരുടെ നികൃഷ്ടമായ പ്രസ്താവനയ്ക്ക് സാധിക്കും. പിന്നെ ഒരു ന്യായീകരണം അവരുടെ ഭാഗത്ത് പറയാനുള്ളത്, അവർ അവരുടെ മതസ്ഥരോട് മാത്രമേ പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? നിങ്ങൾ മറ്റുള്ളവരുടെ ആചാരങ്ങൾക്ക് പോകരുത്. അത് പറയുക എന്നുള്ള അവരുടെ ലെജിറ്റിമേറ്റ് അവകാശം. പക്ഷെ അവിടെ പ്രശ്നം ഇതിന് മറുപടി കൊടുക്കേണ്ടായിരുന്നു. അല്ല, നമ്മളെ ഈ ഓണത്തെ എന്ന് പറയുന്നത്, ഓണത്തിലൊക്കെ ഒരു എന്തിലും ഞാൻ പറയുന്നത് എന്തിലും ഏത് ഇന്ത്യയുടെ സംസ്കാരവുമായിട്ട് അല്ലെങ്കിൽ ഒരു നാടിന്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളിലെല്ലാം ഇവരീ കൊണ്ടുപോയിട്ട് ഈ മതത്തിന്റെ കളർ ഇഞ്ചക്ട് ചെയ്യുന്ന ഈ വൃത്തികെട്ട പരിപാടി ഇല്ല. അതില് അങ്ങനെ ഇപ്പൊ വന്ദേ മാതരം പാടുന്നത്, വന്ദേ മാതരം പാടിക്കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും. വന്ദേ മാതരം മുഴുവൻ പാടിക്കഴിഞ്ഞാൽ എല്ലാ സ്കൂളിലും പാടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത്. അതെ, എല്ലാവരും സ്കൂളുകളിലും സകല മുസ്ലിങ്ങൾ പോലും ഒരു കാലത്ത് പാടിയതാണ്. ഇതെല്ലാം മതേതരത്വം. ഇപ്പൊ ഓണം ഇപ്പം മതേതരത്വം തകർക്കും എന്നുള്ളതാണ് ഇനി ഭാവിയിൽ ഒരു പക്ഷേ ഒരു വിവാദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. എന്താണെന്നറിയോ? ഓണം മതേതരത്തെ തകർക്കും, ഓണം ഹിന്ദുത്വ ആചാരമാണ്. അല്ല, അതിപ്പോഴേ വന്നു കഴിഞ്ഞു കേട്ടോ സാർ. അതായത് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതാണല്ലോ വാമനൻ. അങ്ങനെ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം. അതുകൊണ്ട് ഓണം ബഹിഷ്കരിക്കണം, ഓണം ബാൻ ചെയ്യണം കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകള്, അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് ഓണത്തെ ഒരു ഭയപ്പെടുന്നതിൻ്റെ ആവശ്യമില്ല. ഭയപ്പെടുന്നതിൻ്റെ കാര്യം എന്താ? ഓണത്തെ ഭയപ്പെടുന്നത് ഇതൊരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ മാർഗ്ഗമാണ്. ഇപ്പോൾ ഒരു കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എല്ലാവരും ചെയ്യും. ഏതാ? പൂഴാൻ കൂടും, സദ്യ കാണും, എല്ലാം കാണും. ഇവിടെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും എല്ലാം മുസ്ലിം സ്ഥാപനങ്ങളിൽ നടത്താത്തതിൻ്റെ കാരണം അവർ നടത്താൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സൗകര്യം കിട്ടിയിടത്തൊക്കെ മുസ്ലിം പെൺകുട്ടികൾ, തട്ടമിട്ട പെൺകുട്ടികൾ ധാരാളമായ വടംവലി മത്സരത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്. പക്ഷേ ചിലരെ പേടിച്ച് ഭയപ്പെടുത്തി. ഇപ്പോൾ ജോസഫ് സാറിനെ കൈവിട്ടറിനെ ഭയപ്പെടുത്താനായിട്ടാണ്. നമ്മുടെ യഥാർത്ഥ മൗലികവാദത്തിനെതിരായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തട്ടിക്കുക. അത് മുസ്ലിമാണെങ്കിലും അവർ ചെയ്യും, ആക്രമിക്കും. 1-2 പേരെ ആക്രമിച്ച് കഴിയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റൈലാണ്. ആരെങ്കിലും 1-2 പേരെ ആക്രമിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ പേടിക്കും. ആ ഭയം സമൂഹത്തിൽ ഉണ്ടാക്കി തങ്ങളുടെ മതത്തിൻ്റെ കൂടെ ആരും കൂടെ വരാൻ ഇല്ലെങ്കിൽ പോലും ആരും ഒളിച്ചോടി പോകാതിരിക്കാനുള്ള മാർഗം തന്നെയാണ് നോക്കുന്നത്. കൾച്ചറലായിട്ട് അവർ ഒത്തിരി പുറകിലാണ്. അവർക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അവരുടെ മതസങ്കല്പങ്ങളെ ഡെവലപ്പ് ചെയ്യാനോ സംസാരിച്ച് തർക്കങ്ങളിൽ കൂടെയും സംവാദങ്ങളിൽ കൂടെയും അതിനെ കുറെ കൂടെ ഔന്നത്യം നൽകാൻ അവർ തയ്യാറില്ല. ആ ചർച്ചകളിൽ കൂടെ ഔന്നത്യം നൽകിയ മതത്തിൻ്റെ ഒരു ബന്ധം, പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് ഇവിടെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. 1967 എല്ലാവരും മുസ്ലിം ലീഗിനെ അകറ്റി നിൽക്കുന്ന സമയത്താണ് CPM മുസ്ലിം ലീഗുമായിട്ട് സന്ധി ചെയ്ത് സപ്തകക്ഷി മുന്നണിയും ഉണ്ടാക്കി മന്ത്രിസഭ. അങ്ങനെയാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കിയെന്ന് പറയാം ഇലക്ഷനിൽ. അന്ന് ഈ മുന്നണി ഉണ്ടാക്കിയ ശേഷം EMS എറണാകുളത്ത് പ്രസ് ക്ലബ്ബ് വരുമ്പോൾ, താങ്കളോട് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, EMS എറണാകുളത്ത് പ്രസ് ക്ലബ്ബ് വരുമ്പോൾ EMSനോട് ചില പത്രലേഖകർ ചോദിച്ചു, ഈ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടുന്ന, വർഗീയ കക്ഷിയായിട്ട് കൂട്ടുകൂടുന്ന മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടുന്ന തെറ്റല്ലേന്ന് ചോദിച്ചു. അന്ന് EMS പറഞ്ഞൊരു ന്യായീകരണമുണ്ട്. മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് എന്താണെന്ന് മുസ്ലിം ലീഗുകാർക്ക് CPM എന്താണെന്ന് അറിയത്തില്ല, മുസ്ലിം ലീഗിന് അറിയത്തില്ല. കാരണം 99% അപ്പുറമാണ് നിൽക്കുന്നത് യാഥാസ്ഥിതിക പാർട്ടികളുടെ കൂടെ. ഇപ്പോൾ കോൺഗ്രസ് CPM എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിൻ്റെ തൊഴിലാളി വർഗ മനോഭാവമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പാവം പിടിച്ച മുസ്ലിങ്ങളെല്ലാം ഇങ്ങോട്ട് വരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അടുത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി നമുക്കെന്തിനാ വേറെ പാർട്ടി, മുസ്ലിം ലീഗ് കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന പാവപ്പെട്ട മുസ്ലിം കൂടെ എങ്ങോട്ട് പോയി? ലീഗിലേക്ക് പോയി. അങ്ങനെയാണ് ലീഗ് സർവശക്തമായ ലീഗായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കാഴ്ചപ്പാട് സാംസ്കാരികമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് എത്താതിരിക്കാനായിട്ട് അവർ നോക്കും. ആ തലത്തിലെപ്പോഴും മാറി നിൽക്കുക. ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ അണികൾ കാണണമെന്നില്ല. അതുപോലെ ആർക്കും നമ്മളാണ് ഇൻ്റലക്ച്വലി സുപ്പീരിയർ, സാംസ്കാരികമായി നമ്മളാണ് ഹിന്ദുമതം അല്ലെങ്കിൽ ക്രിസ്തുമതമാണ് അവഗണിച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ മതത്തിലേക്ക് പോകുന്നേ, അത് ഉറപ്പായിട്ടും പോകും. പക്ഷെ അങ്ങനെ അല്ലാത്തടത്ത് ഇപ്പം നമ്മുടെ എല്ലാ വേഷവിധാനങ്ങളും എല്ലായിടത്തും മാറിയില്ലേ? ജീൻസ് വന്നു, ഷർട്ട് വന്നു, ഇല്ലേ?
സ്ത്രീകളുടെ വേഷവിധാനം മാറി. ആ വേഷവിധാനം മാറുന്നതിന് പോലും ഭയത്തോടെ കാണുന്നവരാണ് മുസ്ലിം. അതിന് പോലും പേടിയാ. ഒരു ചൂരിദാറിൽ അല്ലെങ്കിൽ ഒരു ചൂരി തട്ടത്തിൽ ആണ് തങ്ങളുടെ മതവും അള്ളാഹുവിൻ്റെ ബലം എന്ന് അവർ വിചാരിക്കുകയാണ്. ആരെങ്കിലും വേറെ എന്തെങ്കിലും ഡ്രസ്സ് അടിച്ചാൽ കുഴപ്പമുണ്ടോ? അള്ളാഹുവിൻ്റെ ശക്തിക്ക് എന്തെങ്കിലും കുറവ് വരുമോ? ഈ മണ്ടന്മാർ വിട്ടികൾ കുറേ പേര് പറഞ്ഞു നടക്കുക. എത്ര പേര് മാന്യമായി ഡ്രസ്സ് ധരിക്കുന്നു ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ ഇതല്ല, മേധാവിത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ തിട്ടൂരങ്ങളാണത്. അത് മുസ്ലിം മതത്തിൻ്റെ അല്ല. അങ്ങനെ നമ്മൾ ധരിക്കുകയും വേണ്ട. മേധാവിത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തെ ഭരിക്കണം. ഇന്നലെ അവിടെ കണ്ടില്ലേ, കുറെ പേര് സാധാരണക്കാർ വരികയാണ്, പാടില്ല. കോഴിക്കോട് തട്ടയിടുന്ന കാര്യത്തിൽ സമരം. ഇവർ എവിടെയെല്ലാം പോയി യൂണിഫോം ഇല്ല, അവര് സംവാദം. എന്ത് ഞാൻ ഒറ്റ കാര്യം ചെയ്യട്ടെ. പ്രസവ വേദന, പ്രസവിക്കാറായി വരുന്ന ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു മുസ്ലിം സ്ത്രീയെ ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ട് കിടത്തിയാൽ അവിടെ ക്രിസ്ത്യനോ അല്ലെങ്കിൽ നേഴ്സുമാരും ഹിന്ദു നേഴ്സുമാരും ഡോക്ടർമാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആണെങ്കിൽ ഇവരവിടെ ഡിസ്ചാർജ് ചെയ്യുവോ, പോവോ, അവിടെ കിടക്കുവോ, പ്രസവിക്കുവോ? എനിക്കറിയാൻ പാടില്ല, കിടക്കുന്നവരുണ്ടാവുമായിരിക്കാം. കിടക്കുകയുള്ളൂ, അല്ലാതെ മാർഗമില്ല അവർക്ക്. ആ ജീവനെ പേടിയുണ്ട്. അത് ദൈവം കൊടുത്ത ജീവനാണ്. അപ്പോൾ ഇവർ പറഞ്ഞ യുക്തി എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ദാനമാണ് ജീവൻ, അത് നശിപ്പിക്കാൻ പാടില്ല. അടുത്ത യുക്തി വരും ഇങ്ങോട്ട്. അതുകൊണ്ടാണ് അവർ പോയത്. പിന്നെ അവരതിന് വേണ്ട പ്രത്യേക പൂജയോ വഴിപാടൊക്കെ നടത്തും. അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിൽ മതത്തിൽ കൂടെ അല്ലെ നമ്മൾ കാണിച്ചു തരുന്ന ദൈവത്തിൽ കൂടെ എല്ലാ സ്ഥലത്തേക്കും പോകാം. സമ്മതിച്ചു, ദൈവം കാണിച്ചു തരുന്ന വഴി കൂടെ പോയാൽ രക്ഷപ്പെടാം. പക്ഷെ അതുപോലെ മറ്റ് വഴികൾ ഉണ്ടെന്ന് ഇവരെന്ത് തിരിക്കാതെ? ലോകത്തിന്റെ ഭൂരിഭാഗം പേര് ഇന്നലെ തന്നെ ആ വിഡ്ഢികള്, കോഴിക്കോട് കടപ്പുറത്ത് ഇറങ്ങിയ കുറേയധികം വിഡ്ഢികള് വന്നിട്ട് പ്രചരിപ്പിക്കുന്ന അടിസ്ഥാന ക്രക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ദൈവം എന്നുള്ളതാണ്. അവര് പുറമേ മേമ്പൊടിക്ക് കുറെ പ്രോഗ്രസീവാണ്, ലോജിക്കാണ്, മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെയുള്ള സാധനം ഇഞ്ചക്ട് ചെയ്തിട്ട് അടിയിൽ കൂടി മറ്റേ സാധനമാണ് കുത്തിക്കയറ്റുന്നത്. മനസ്സിലായില്ലേ? ഇവര് ഈ പുരാണ കഥകൾ ഇതല്ല ഇസ്ലാമിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നിട്ടും ലോകത്തിലെ ഭൂരിഭാഗം ക്രിസ്ത്യൻ, ഹിന്ദു, ബുദ്ധമതക്കാർ ചേർന്ന് കഴിഞ്ഞാൽ ഇവരുടെ ജനസംഖ്യ എത്രയുണ്ട്? ഇത്ര കൊല്ലം നടന്നിട്ട് കേരളത്തിൽ എന്തുമാത്രം ജനസംഖ്യ കൂടി. യഥാർത്ഥത്തിൽ ഇവര് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നത് വെറും 1400-216 വർഷത്തിന്റെ പഴക്കം മാത്രമേ ഇസ്ലാമിനുള്ളൂ. ഒരു മനസ്സിലായില്ലേ? 2000 എനിക്ക് തോന്നുന്നു അത്രയാണെന്ന് തോന്നുന്നു. എക്സ്പ്രോക്സ് അത്ര മാത്രമാണ്. 2000 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ. ഇവരാണ് പ്രമാണത്തെ കുറിച്ച് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി താങ്കൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ മുസ്ലിം മതപ്രവാചകർ പ്രീസ്റ്റുമായിട്ട് ഇവിടെ ഒരു പാർട്ടിക്ക് സംസാരിക്കേണ്ടി വന്നു. ഒരു പത്രപ്രവർത്തനം തന്നെയാണ്. സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ ചേരുന്നില്ല, നല്ലത് അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഐഡിയലായിട്ടുള്ള സ്ഥലം. അങ്ങനെ നമ്മളൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാൽ, കുടുംബത്തെ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ സേഫായിരിക്കും അവിടെ. ഇസ്ലാമിൽ ഞാൻ മുഴുവൻ കേൾക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ തിരിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോന്നാൽ, നിങ്ങളുടെ ആചാരപ്രകാരം സ്വർഗത്തിൽ പോന്നാൽ എനിക്ക് എൻ്റെ വല്യപ്പനെയും വല്യമ്മൂമ്മയൊക്കെ കാണാനുണ്ട്. അവരെ അവിടെ കാണുമെന്ന് ചോദിച്ചു. അവർ 1500 വർഷം മുമ്പ് മരിച്ചു പോയവരാണ്. അവർ നിങ്ങളന്ന് ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ അവർ അന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റിയതാ? പക്ഷെ എനിക്ക് അവരുടെ കൂടെ പോകാനാണ് ഇഷ്ടം. നിങ്ങളുടെ 1500 എൻ്റെ കാരണന്മാരുടെ കൂടെ എനിക്ക് അടക്കണം, എന്നെ അടക്കണം. അവരുടെ പിതാക്കൾ നിങ്ങളന്നില്ല, പിന്നെ അവിടെ കൊണ്ട് അടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഓണം ആഘോഷിക്കരുതെന്നാണല്ലോ പറയുന്നത് മുസ്ലിങ്ങൾ. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് സാറ് വളരെ വ്യക്തമായിട്ട് പറയും. കൾച്ചറൽ ഇന്റഗ്രേഷനെ ഭയപ്പെടുന്നു. അല്ല, അതിന്റെ കാരണം ഒന്നുകൂടെ ആലോചിച്ചു. ക്രിസ്തുമസും കോമൺ ആയിട്ട് ആലോചിക്കുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതുകൊണ്ട് ഹിന്ദുക്കളുണ്ട്. ഇവർക്ക് മാത്രമേ ഉള്ളുന്നത്. ഇവരില്ല. മുസ്ലിംസിന് പലർക്കും ആചരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അത് അവർ സമൂഹം സമ്മതിക്കരുത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കടപ്പുറത്ത് ഇറങ്ങിയ വിഡ്ഢികളുണ്ടല്ലോ, ആ വിഡ്ഢികളില് ഈ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇത് ഏതൊരു ഹിന്ദു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ആ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ദൈവം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ദൈവം എന്നുള്ളതല്ല, ഒരു എനർജി ഉണ്ട്. അല്ല എനർജി അല്ല, ദൈവം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്നെ സ്വയം ഹിന്ദു ആയിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യനായിട്ടോ മുസ്ലിമായിട്ടോ ഐഡന്റിഫൈ ചെയ്യാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ അതികഠിനമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. താങ്കൾ പറഞ്ഞ ഇപ്പൊ ഈ മുറിയിൽ ഇപ്പൊ നമ്മൾ 3 പേര് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ 3 പേരും തമ്മിൽ ഏത് മതമാണ്, ഏത് ജാതിയാണ് ഇന്ന് ഈ ഓഫീസിൽ വന്ന പിന്നെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല, അപ്പം ഞാൻ പറയുന്നതേ, പക്ഷെ ഇവരുടെ കൺസെപ്റ്റില് ദൈവത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവമുണ്ട്, നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ ആരും അതിനെ ഹിന്ദു ആയിട്ടോ മുസ്ലിം ആയിട്ടോ ക്രിസ്ത്യനായിട്ടോ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ ഇവർക്ക് ഇസ്ലാം പറഞ്ഞ ദൈവം അല്ലാതെ മറ്റൊരു ദൈവമായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. വേഷത്തിൽ പോലും
വേഷത്തിൽ പോലും ഐഡന്റിറ്റി വേണം പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഹേ അതിലൊക്കെ, അത് ഡിസൈൻ ചെയ്ത ആളുണ്ട്, അയാൾക്ക് പക്ഷെ പേരില്ല. അയാൾ ഇസ്ലാമോ മുസ്ലിമോ ഒന്നും അല്ല അയാൾക്ക് എന്താണ് ഹിന്ദുവാകാം. എന്തുവാകാം. അത് ആരാ പറഞ്ഞത് നിങ്ങളോട് അത് ഇസ്ലാം ആണെന്ന്, ഹിന്ദു ആണെന്ന്, ക്രിസ്ത്യൻ ആണെന്ന്? ആരാ എന്തായാലും ദൈവം അത്രയും മിടുക്കനാണെങ്കിൽ എന്തു ആകാവുന്ന ഏത് തരത്തിലും രൂപം വരാം. അത്രയും കരുത്തന എല്ലാ സർവശക്തനല്ലേ, ഏത് രൂപവും അങ്ങനെ കൊണ്ടുകൊണ്ട് പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഋഗ്വേദത്തിലാണെന്ന് തോന്നുന്നു, ഏകം സത് വിപ്ര ബഹുദ വദന്തി എന്ന് പറഞ്ഞിട്ടൊരു കോട്ടുണ്ട്. ആ കോട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം ഒരൊറ്റ ഒരാളാണ്, ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ദൈവം പല രൂപത്തിൽ, പല വേഷത്തിൽ, അല്ലെങ്കിൽ പല ഭാവത്തിൽ പ്രത്യക്ഷപ്പെടും. അല്ലെങ്കിൽ വിവേകികൾ അങ്ങനെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാന്നാണ്. ഋഗ്വേദമാണ് ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതിന് വെറും 2000 വർഷത്തിന്റെ പഴക്കമല്ല. അപ്പോ അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഇത് ചോദിച്ചപ്പോ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിൽ എന്ന് ചോദിച്ചപ്പോൾ അവരെ എനർജിയിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, എനർജി അല്ല, വേറൊരു സംഗതി ഉണ്ട്. ഇതിലിപ്പോ നമുക്കറിയാലോ നിക്കോള ടെസ്ല ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ദ സീക്രട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ്, തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യമാണ്, ഇത് മതമല്ല. ഇയാൾ ഈ പറഞ്ഞിരിക്കുന്നത് മതമല്ല, ഈ കടപ്പുറത്ത് പോയിട്ട് പറഞ്ഞത് മതമാണ്. അവിടെയാണ് പ്രശ്നം. മതമല്ല പറഞ്ഞിരിക്കുന്നത്, സങ്കുചിത മതം. മതം എന്ന് മാത്രം പറഞ്ഞാൽ ശരിയായില്ല. ഇടുങ്ങിയ ചിന്ത, മതത്തെ ഇടുങ്ങിയ രീതിയിൽ തന്നെ കാണുന്നതിന്റെ മതം അവരാ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മതത്തിന്, അവർ പറയുന്ന മതത്തിന് മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ഇസ്ലാം അല്ല. ഇപ്പം എന്നോട് ചോദിച്ചാൽ അവർ BJP ഏജന്റുമാരാന്ന് ഞാൻ പറയും. BJPയിലേക്ക് ചേക്കാറാനുള്ള വാസന മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നവരുടെ പ്രവൃത്തി. എന്നോട് ചോദിച്ചാൽ അങ്ങനെ. ശരി, നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ ആ ദൈവം ഹിന്ദു അല്ല, ക്രിസ്ത്യനല്ല, മുസൽമാനും അല്ല. ആരും ആവാം, അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഏത് രൂപവും ഇങ്ങനെ കാണാൻ ഇവർക്ക് പറ്റില്ലെന്നേ.